അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ഒരു രാജാവ് സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അദ്ദേഹത്തിൻ്റെ വായിലുള്ള എല്ലാ പല്ലുകളും കൊഴിഞ്ഞു വീഴുകയാണ്. വായിൽ നോക്കുമ്പോൾ ഒരു പല്ലും കാണുന്നില്ല എന്നുള്ള ഒരു സ്വപ്നം രാജാവ് ഇടയ്ക്കിടെ ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം ആദ്യം കണ്ടപ്പോൾ അത് വലിയൊന്നും പ്രശ്നമാക്കിയില്ല. പിന്നെ എന്നും ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിനിക്ക് എന്തോ ഒരു ഭയം തോന്നി. എന്തെങ്കിലും ഇതിൻ്റെ പിന്നാലെ രഹസ്യമുണ്ടാകും. ഞാൻ രാജാവാണല്ലോ, അപ്പോൾ എൻ്റെ ഭരണമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതിൽ രഹസ്യം അടങ്ങിയിട്ടുണ്ടാകും. ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഏറ്റവും നല്ല സ്വപ്നത്തിനെക്കുറിച്ച് തഅ്വീർ പറയാൻ പറ്റുന്ന ഒരാളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ രാജാവ് തൻ്റെ സ്വപ്നം വിവരിക്കുകയാണ്. അദ്ദേഹം വിവരിക്കലോടുകൂടെ വന്ന ആൾ പറഞ്ഞു, അദ്ദേഹത്തിനിക്ക് മനസ്സിലായി ഇത് എന്താണ്, ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. അങ്ങനെ രാജാവിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കുടുംബക്കാരൊക്കെയും പെട്ടെന്ന് മരണപ്പെട്ടു പോകും എന്നാണ് അതിൻ്റെ സൂചന എന്ന് പറഞ്ഞു. ഇത് അത്രമാത്രം രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രാജാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ തഅ്ബീർ പറയാൻ വന്ന, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയാൻ വന്ന അദ്ദേഹത്തിനെ രാജാവ് ബന്ദ് ചെയ്യുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ഒരാൾ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തെങ്കിലും വ്യത്യസ്തമായ വേറെന്തെങ്കിലും ഇദ്ദേഹം അഭിപ്രായം പറയുമോ, അങ്ങനെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് രാജാവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിനോടും തൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടി പറഞ്ഞു, അതെ, നിങ്ങളുടെ കുടുംബക്കാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. ഇതും രാജാവിന് വളരെ ദേശത്തിലാക്കി. അദ്ദേഹത്തിനും രാജാവ് ബന്ദ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. അങ്ങനെ രാജാവിന് വല്ലാത്ത വിഷമം തോന്നി, വല്ലാത്ത ബേജാറ് തോന്നി. വേറെ വ്യത്യസ്തമായ എന്തെങ്കിലും ഇതിന് മറുപടി പറയുന്നവരുണ്ടാകുമോ, ഇതിൻ്റെ രഹസ്യം പറയുന്നവരുണ്ടാകുമോ? അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെയും രാജാവിങ്ങനെ അന്വേഷിച്ചപ്പോൾ മൂന്നാമത്തെ ഒരാളെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ സ്വപ്നത്തിനെ കുറിച്ചൊക്കെയും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പ് രണ്ടാള് അതിൻ്റെ നേരായ തഅ്ബീർ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇദ്ദേഹത്തിനിക്കറിയാം. അപ്പോൾ ഏതായാലും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെ തന്നെയാണ്. പക്ഷേ അപ്പോൾ ഇദ്ദേഹം ഒന്നും കൂടി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, ഈ കണ്ട സ്വപ്നം അത് നല്ല സ്വപ്നമാണ്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘായുസ് നിങ്ങൾക്ക് ഉണ്ടു എന്നതിൻ്റെ സൂചനയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ മരണപ്പെട്ടതിൻ്റെ ശേഷമാണ് നിങ്ങൾ മരണപ്പെടുക എന്നാണ് ഇതിൻ്റെ സൂചന എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് വലിയ സന്തോഷമാണ്. കാരണം എല്ലാവരെക്കാളും അവസാനമാണല്ലോ ഞാൻ മരിക്കുക എന്ന സൂചനയാണ് ഇതിൻ്റേത് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഇവിടെ ചിന്തിക്കേണ്ട നല്ലൊരു പാഠമുണ്ട്. ഈ മൂന്നാൾക്കാരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം തന്നെയാണ്. അതിനു മുമ്പ് പറഞ്ഞ രണ്ടാൾക്കാരും പറഞ്ഞത് ഇത് തന്നെയാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞതും അത് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ രണ്ടാൾക്കാർ പറയുന്ന ശൈലി അത്ര രാജാവിന് പിടിച്ചില്ല. രാജാവ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തില്ല എന്നേ ഉള്ളൂ. മൂന്നാമത്തെ ഒരാൾ രാജാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേ ആദ്യത്തെ രണ്ടാൾക്കാർ എന്താ പറഞ്ഞ്, നിങ്ങളുടെ കുടുംബക്കാരൊക്കെയും പെട്ടെന്നായി മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതെ, നിങ്ങളെക്കാൾ മുമ്പായിട്ട് അവരൊക്കെയും മരണപ്പെട്ടു പോകും. അപ്പം നിങ്ങൾ അവസാനമാണ് മരണപ്പെടുക പോകുക. അതാണ് ഈ മൂന്നാമത്തെ ആള് അതിനെ ഒന്ന് ഭംഗിയാക്കി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ട വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും
ചില സംസാരങ്ങൾ പല ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്നു, പല ബന്ധങ്ങൾക്ക് കോട്ടം തട്ടുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം ചില സംസാരങ്ങളെ കൊണ്ടാണ്. അപ്പോൾ എവിടെ, എങ്ങനെ, ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടതെന്ന് ചിന്തിച്ച് യുക്തിയോടുകൂടെ ഹിക്മത്തോടുകൂടെ സംസാരിച്ചാൽ ഒരു തർക്കമോ ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമമോ ആർക്കും ഉണ്ടാവുകയില്ല എന്ന് വലിയൊരു പാഠമാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.